Good morning. Good morning all. Good morning, Miss. Okay, clear ആണോ എല്ലാവർക്കും സൗണ്ട്? Clear ആണ് മിസ്. ഓക്കെ, ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ടോപ്പിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എടുക്കുന്ന ടോപ്പിക് നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടോ? രണ്ടുപേരുടെയും കയ്യില്? ഇല്ല. ഇല്ല. ഓക്കെ, നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതെ. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കാട്ടോ ഞാൻ പറയുന്നത് അനുസരിച്ച്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, നമ്മള് എത്തിക്കൽ നമുക്ക് ഫസ്റ്റ് ഒരു ടേം വെച്ച് പറഞ്ഞു പോകാം. എത്തിക്കൽ എന്നുള്ള ടേം നമ്മൾ കോമൺലി കേട്ടിട്ടുള്ളതായിരിക്കാം അല്ലെ? എത്തിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിങ് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും അറിയോ മീനിങ് എത്തിക്കൽ? എത്തിക്കൽ എന്ന് പറഞ്ഞ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മികത അല്ലെ? നമ്മൾ കോമൺ ആയിട്ട് സന്മാർഗികത അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു ടേമാണ് അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഒരു കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലെ? ഇപ്പൊ ഇവിടെ എല്ലാം എന്താണ് ഒരു എത്തിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് അവര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ ആയിട്ട് ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സ്കൂളില് രാവിലെ ഓരോ ടൈം ഉണ്ട്. ഇപ്പൊ ഒരു 10 AM ഫസ്റ്റ് ബെൽ അടിക്കുന്നതെങ്കിൽ ഇപ്പൊ ഒരു ഫസ്റ്റ് ബെൽ അടിക്കും. പിന്നെ എന്താണ് നമുക്ക് അതാത് ടൈം ടേബിൾ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ഒരു ഇന്റർവൽ ടൈം ഉണ്ട്. സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട് അല്ലെ? അപ്പൊ സ്കൂളിന്റേതായിട്ടുള്ള ഓരോരോ എത്തിക്സ് ഉണ്ട്. അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ. ലീഗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ടേം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ധാർമ്മികത എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സ്വയം അത് നിർമ്മിക്കുന്നതാണ് അല്ലെ? ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ കോളേജ്, അപ്പൊ അവിടുത്തെ ഭരണാധികാരികളാണ് അത് നിർമ്മിക്കുന്നത്. ലീഗൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് സ്റ്റേറ്റ് നടത്തുന്നതായിരിക്കാം ലീഗൽ ആയിട്ടുള്ളത് അല്ലെ? നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പൊ കേസുകൾ അങ്ങനെ സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലീഗൽ എന്ന് പറയുന്നത്. ഇനി എത്തിക്കൽ ആസ്പെക്ട്സ് എന്താണ്? എത്തിക്കൽ ആസ്പെക്ട്സ് എന്നാണ് നമ്മൾ ഫസ്റ്റ്ലി നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊന്ന് വായിക്കുമ്പോൾ നിങ്ങളും ഒന്ന് സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ so that its members do not bring disgrace to the profession. കോഡ് ഓഫ് ബിഹേവിയർ അല്ലെ? ഇത് എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ ആണ്, ഒരു കോഡ് ഓഫ് ബിഹേവിയർ ആണ്, ഒരു സെറ്റ് ഓഫ് നമുക്ക് എന്താണ് മെഡിക്കൽ കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ്. അതിലെ മെമ്പേഴ്സ് തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? അതായത് മെഡിക്കൽ പ്രൊഫഷനിൽ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ ആണല്ലോ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങൾ തന്നെ നിർമ്മിച്ചതാണ് ഈ പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയാം. എത്തിക്സ്, പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി അത് നിർമ്മിച്ചിരിക്കുന്നത് നോക്കാം. സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദി പ്രൊഫഷൻ അല്ലെ? അതായത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു എത്തിക്സ് അവർ നിർമ്മിക്കുന്നത്? അംഗങ്ങള് അവരുടെ തൊഴിലിന്, അവരുടെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, മെഡിക്കൽ പ്രൊഫഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവരുടെ തൊഴിലിന് എന്താണ് ഒരു തരത്തിലുള്ള അപമാനം വരാണ്ടിരിക്കാൻ. അപമാനം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ തരത്തിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയറിൽ, ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യൻസിന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഹോസ്പിറ്റലിനെ തന്നെയാണ് ബാധിക്കുന്നത് അല്ലെ? അതൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതികളൊന്നും ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫഷണൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷന്റെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങൾ തന്നെ സ്ഥാപിച്ചതാണ് ഈ പറഞ്ഞ എത്തിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടി? അവരുടെ തൊഴിലിന് വേറെ ഒന്നും അല്ലെങ്കിൽ തൊഴിലിന് മറ്റൊരു തരത്തിലുള്ള ഒരു അപമാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എത്തിക്കൽ ആസ്പെക്ട്സ് കൊണ്ടുവരുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊരു ഡെഫിനിഷൻ പോലെയാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസിന്റെ ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ എന്താണ്
ഒരു തത്വങ്ങളുടെ ഒരു സംവിധാനമാണ്. തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സന്മാർഗികമായിട്ടുള്ള തത്വങ്ങളുടെ ഒരു അടിസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. Ethics is a concerned with what is good for individual and society and is also described as moral philosophy. നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളുടെ ഒരു സംവിധാനം തന്നെയാണ്. ഇനി എന്തിനു വേണ്ടിയാണ് അത് കൺസേൺ ചെയ്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് സമൂഹത്തിനും, ഒരു വ്യക്തിക്കും സമൂഹത്തിനും നല്ലതുമായിട്ട് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ നല്ല കാര്യങ്ങൾ, എന്തൊക്കെ ഡിസിഷൻസ് നല്ല രീതിയിൽ എടുക്കണം എന്നതിനെ പറ്റി തീരുമാനിക്കാനുള്ള ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എന്നതിനു കൂടി വേണ്ടിയിട്ടുള്ളതാണ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോക്കാം, എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തത്വങ്ങളുടെ തന്നെ സംവിധാനമാണ്. എത്തിക്സ് ഈസ് എ കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആൻഡ് ഇസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് മോറൽ ഫിലോസഫി. അല്ലെ, അതായത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനായിക്കോട്ടെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ബോധം നൽകുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വൈഡ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു കുറഞ്ഞതിലുള്ളതല്ല, വൈഡ് ആയിട്ടുള്ള ഒന്നാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് അത് വൈഡ് ആകുന്നത്? വിച്ച് ഗിവ്സ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ of what kind of behavior and decisions are desirable and encouraged at a business or organization. എന്തിനു വേണ്ടിയാണത്? ഇത് നമ്മൾ പറഞ്ഞ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എംപ്ലോയീസിനും, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനും അവിടെയുള്ള മെമ്പേഴ്സിനും ഒരു ഐഡിയ നൽകുകയാണ് ചെയ്യണത്. ഇങ്ങനെയുള്ള ഒരു ഐഡിയ ബിസിനസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലായിക്കോട്ടെ എങ്ങനെ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു പേഴ്സൺ പെരുമാറണം എന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ട് പറയുന്നത്. ഇനി എ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ ഷോ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് സ്പെസിഫിക് സിറ്റുവേഷൻ. അല്ലെ, നമുക്കറിയാം ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയൊക്കെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറണം എന്ന് പറയുന്നതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഈ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിക്കോട്ടെ, അപ്പോ പ്രത്യേക സിറ്റുവേഷനിലെ ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാരോ അംഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെ, എങ്ങനെ പ്രവർത്തിക്കണം എന്നത് കൂടിയാണ് എത്തിക്കൽ ആസ്പെക്ട്സിൽ പറയുന്നത്. അപ്പൊ എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എത്തിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ് അല്ലെങ്കിൽ ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു തത്വമാണ്. അല്ലെ, അതായത് അവരുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മെമ്പേഴ്സ് തന്നെ നിർമ്മിക്കുന്ന ഒരു ധാർമ്മികതയാണ്. എന്തിനു വേണ്ടി? ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്താണ് പ്രശ്നങ്ങളൊന്നും വരാണ്ട് നല്ല രീതിയിൽ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻസും അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയൊക്കെയാണ് അവർ ഇങ്ങനെയുള്ള ഒരു എത്തിക്കൽ ആസ്പെക്ട്സ് നിർമ്മിക്കുന്നത്. എത്തിക്കൽ ആസ്പെക്ട്സ് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എന്താണ്? ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. ഇനി എത്തിക്സ് എന്ന് പറഞ്ഞാൽ കൺസേൺഡ് എന്താണ്? ഒരു ഇൻഡിവിജ്വലിനായിക്കോട്ടെ ഒരു സമൂഹത്തിനായിക്കോട്ടെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയാണ് എത്തിക്കൽ ആസ്പെക്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ ലീഗൽ ആസ്പെക്ട്സ്. നമ്മൾ എത്തിക്കൽ ആസ്പെക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലീഗൽ ആസ്പെക്ട്സ്. ലീഗൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നിയമം, ലോ, അല്ലെ. ലീഗൽ ആയിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ലോ എന്ന് പറയുന്നത്, അല്ലെ. അപ്പോ ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമം. നമുക്കറിയാം നമ്മൾ ഒത്തിരി നമ്മളുടെ ഭരണഘടനയിലും അങ്ങനെ പൊളിറ്റിക്കലായിട്ട് എന്താണ് ഒത്തിരി നിയമങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെ. ഇപ്പോ എന്താണ് ഇപ്പൊ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അല്ലെ. ഇപ്പൊ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് ലീഗലായിട്ട് നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ നിയമങ്ങള് നമുക്കുള്ള ഹ്യൂമൻ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളുണ്ട്, അല്ലെ. ഇപ്പൊ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാം. ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നിയമത്തിന് മുന്നിൽ ലീഗലായിട്ട് മുന്നോട്ട് പോകാം, അല്ലെ. അപ്പൊ അങ്ങനെ ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിയമസംബന്ധമായിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ തത്വങ്ങളാണ് ലീഗൽ ആസ്പെക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ലീഗൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ എന്താണ് ലീഗൽ ആസ്പെക്ട്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ഞാൻ വായിക്കുന്നതിന്റെ ഒപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് വായിച്ചു പോകുക. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ, അല്ലെ. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ പ്രവർത്തികളെ
നിയന്ത്രിക്കുന്ന ഒന്നാണ് അല്ലെ, മനുഷ്യ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലെ, ഒരു നിയമങ്ങളുടെ തന്നെ ഒരു സെറ്റ് ആണത് അല്ലെ, മനുഷ്യന്റെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. സെക്കൻഡ്, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ്. നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മളുടെ അവകാശങ്ങളുണ്ട് അല്ലെ. ലോ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ്, നിയമം എന്നത് എന്താണ്, നമ്മളുടെ അവകാശങ്ങൾ തന്നെ എന്ന് പറയാം അല്ലെ. ഒബ്ലിഗേഷൻസ് വിച്ച് സ്റ്റേറ്റ് ഇമ്പോസസ്. സ്റ്റേറ്റ് ആണ് നമുക്ക് നമ്മളുടെ അവകാശങ്ങളും ഇതെല്ലാം തരുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ് അല്ലെ. ഒരു ലീഗൽ ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞു, എത്തിക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലെ ആളുകൾ തന്നെ നിർമ്മിക്കുന്നതാണ് എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ നേരെ മറിച്ച് ലീഗൽ വരുമ്പോ എന്താണ്, അതൊരു സ്റ്റേറ്റ് ആണ് നമുക്ക് ലീഗലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി തേർഡ് പോയിന്റ്, law is the body of principle recognized by the state and the administration of justice. law എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ ആണ് അല്ലെ. അതായത് തത്വമാണ് സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമുക്ക് നൽകുന്ന ഒരു പ്രിൻസിപ്പിൾ, തത്വങ്ങളാണ് എന്ത്? നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ്. ലീഗൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോ ആയിട്ട് കണക്റ്റഡ് ആണ് ലീഗല്. ലോ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഹ്യൂമൻ ആക്ഷനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് ലോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആണ്. പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റും അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടവും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി കോർട്സ് ഓർ പോലീസ് മേ ഇമ്പോസ് ദിസ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പണിഷ് പീപ്പിൾ who violate the laws, such as by paying fine or other penalty including jail. നമുക്കറിയാം കോടതിയും കോർട്സും പോലീസൊക്കെയാണ് നമുക്ക് ഈ നിയമങ്ങളൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ ഓരോ നിയമങ്ങളും നമുക്കറിയാം. നിയമങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു നിയമം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ അതിന്റെ പണിഷ്മെന്റ് കിട്ടും അല്ലെ. പണിഷ്മെന്റ് ഉണ്ടാവും. പണിഷ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോ ഫൈൻ രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്ക് വെഹിക്കിളിലൊക്കെ തന്നെ നമുക്ക് പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് ഒരു ലോ ആണ് അല്ലെ. അപ്പൊ ആ ലോ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് നമുക്ക് ഫൈൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൈൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളത് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്താണ്, ലോയിന് നമ്മൾ നിയമം ലംഘിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പണിഷ്മെന്റ് നമുക്ക് ലഭിക്കും. ഇപ്പൊ പെനാലിറ്റി വരാം, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ജയില് വരെ അല്ലെ, ജയിലിൽ വരെ പോകാനുള്ള നിയമങ്ങളുണ്ട്. നമുക്ക് നിയമങ്ങളും അതുമായിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭരണകൂടത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ലോ എന്ന് പറഞ്ഞാല് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയൊക്കെയാണ് ഈ ലോ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, hospital administration is obligated to have clear understanding of ethical and legal responsibility അല്ലെ. അതായത് എന്താണ്, ധാർമ്മികവും നമ്മൾ പറഞ്ഞു, ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിന് എത്തിക്കല്, ധാർമ്മികവും അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കണം. കാരണം അവരാണ് പേഷ്യൻസിനെ കീപ്പ് ചെയ്യേണ്ടതും പേഷ്യൻസിന് വേറെ ഒരു രീതിയിലുമുള്ള പ്രശ്നങ്ങളൊന്നും വരുത്താത്ത രീതിയിലായിരിക്കണം ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പെരുമാറ്റവും രീതികളും അല്ലെ. അപ്പൊ എന്താണ്, അവര് അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് അറിവ് വേണം അതിനെപ്പറ്റി, എത്തിക്കലിനെ പറ്റിയും ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയൊക്കെ ഒരു നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണം. എന്തിനു വേണ്ടി? ഫോർ മെയിൻറ്റെയിനിങ് എ safe hospital, physical facilities, services must ensure building conforms to local by laws, safety regulations, sanitation arrangements. Hospitals, being an inevitable part of the social system, is subject to all laws of the land. അല്ലെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ലീഗലായിട്ടും അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള ആസ്പെക്ട്സിനെ പറ്റി അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ അവരത് അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പോളിസീസ്. എങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കണം ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വേണ്ടത് എന്തിലൊക്കെയാണ്? മെയിൻറ്റെയിനിങ് സേഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എപ്പോഴും ഒരു സേഫ് ആയിരിക്കണം എന്നുള്ളത് അവരാണ് അതിന്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് അല്ലെ. ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു ബെഡ് അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റൂം അങ്ങനെ ഒരു സൗകര്യങ്ങളില്ല. ഇപ്പോൾ ടെസ്റ്റേഴ്സ് നടത്തണമെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്. സർവീസസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോ ബ്ലഡ് ടെസ്റ്റ് ചില ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്കാൻ ഉണ്ടാവില്ല. അങ്ങനെ
അതൊക്കെ അവർ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അതെല്ലാം നടത്തേണ്ടത്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എൻഷുർ ആയിട്ട് നമുക്ക് ചെയ്തു തരേണ്ടത്. ഇനി മസ്റ്റ് എൻഷുറിങ് ബിൽഡിംഗ് കൺഫേംസ്, അതിന് നല്ല രീതിയിലുള്ള ബിൽഡിങ്സുകൾ ഹോസ്പിറ്റലിന് ആവശ്യമാണ്. അങ്ങനെ ബിൽഡിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സേഫ്റ്റി റെഗുലേഷൻസ്, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്, സേഫ്റ്റി ആയിട്ടുള്ള, നമുക്കറിയാം ഇപ്പൊ ഒരു തരത്തിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളായിരിക്കണം, സേഫ് ആയിട്ടുള്ളവരായിരിക്കണം. പിന്നെ എന്താണ് സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്, ഇപ്പോ എന്താണ് ഇപ്പൊ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ബാത്റൂം ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് കുടിവെള്ളത്തിന്റെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലെ. ഇതെല്ലാം അറേഞ്ച്ഡ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം സെറ്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. ഇതെല്ലാം ലീഗൽ റെസ്പോൺസിബിൾ ആരുടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയാണ്. എന്നാൽ മാത്രമേ ഈ ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനാൽ തന്നെ എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ഇനി ഹോസ്പിറ്റൽ ഷുഡ് ബി സേഫ് ഫ്രം എക്സ്പ്ലോസീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി ഗ്യാസസ്. ഹോസ്പിറ്റൽ എങ്ങനെ സേഫ് ആയിരിക്കണം എന്നാണ് പറയുന്നത്? എക്സ്പ്ലോസീവ് അല്ലെ, അതായത് എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപകടകരമായിട്ടുള്ള രീതിയിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ് സ്ഫോടക വസ്തുക്കളിൽ നിന്നും, ജ്വലന വസ്തു. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ അറിയാം, ഒരു ഫയറിന്റെ ഒരു ഇത് നമുക്ക് എല്ലാ ഫ്ലോറുകളിലും നിങ്ങൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അല്ലെ. എന്നാൽ മാത്രമേ അതൊരു പൂർണ്ണതയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഇൻഫ്ലിമേറ്ററി ഗ്യാസസ് അല്ലെ, അതായത് സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ ജ്വലന വസ്തുക്കളിൽ നിന്നൊക്കെ സേഫ് ആയിരിക്കണം അല്ലെ. ആളുകൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും വരുത്താൻ പാടില്ല. ഇനി കെമിക്കൽ മെഷീനറി, ധാരാളം മെഷീനറി ഓരോ ഇതിലും ഉണ്ട് അല്ലെ. ഇപ്പോ സ്കാനിങ്ങിലായിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ, ICU, അങ്ങനെ പല പല സെക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിലുണ്ട്. ഈ ഓരോ സെക്ഷനിലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ചിലപ്പോൾ കെമിക്കൽസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെമിക്കൽ മെഷീനറി അതിന്റെയൊക്കെ നമുക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ സ്റ്റീം ഡാമേജസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്കറിയാം ഇപ്പോ ശ്വാസകോശ സംബന്ധത്തിലൊക്കെ നമ്മള് എന്താണ് നെബുലൈസേഷൻ പോലത്തെ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലുകളിൽ കാണും അല്ലെ. അപ്പൊ അതൊക്കെ അതാത് സമയത്ത് ക്ലീനിങ് ആണോ, അല്ലെങ്കിൽ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ അത് എല്ലാ ഹോസ്പിറ്റലുകളിലും നല്ലപോലെ അത് അതിൻ്റെതായ രീതികളിൽ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ സ്ലിപ്പറി ഫ്ലോർസ് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഫ്ലോർ ഒക്കെ എപ്പോഴും നീറ്റ് ആയിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ കെമിക്കലോ എന്തെങ്കിലും ഇപ്പൊ ഒരു വെള്ളം വെള്ളമാണെങ്കിൽ പോലും അത് എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനേഴ്സ് ശ്രദ്ധിക്കണം. അതൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലകൾ, അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, why it is necessary for hospitals and medical administration to become aware of ethical and legal aspects of hospital administration. ഓക്കെ, അഡ്മിനിസ്റ്റർമാരും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്റ്റർമാരും എന്തുകൊണ്ടാണ് ധാർമ്മികതയെ കുറിച്ച് ബോധവാന്മാരാകേണ്ടത്, എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ലീഗലായിട്ടും എത്തിക്കലായിട്ടും അവർക്ക് ബോധവാന്മാരാകണം, എന്നാലേ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ എന്തിനു വേണ്ടിയാണ് അവര് ബോധവാന്മാരാകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പോയിന്റ് ആയിട്ടാണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. നിങ്ങൾ മലയാളം മീനിങ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. അപ്പൊ നമുക്ക് ആ ടേം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഫസ്റ്റ് പോയിന്റ്, ഇൻക്രീസിങ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. മെഡിക്കോ ലീഗൽ മീൻസ് എന്താണ്? മെഡിക്കൽ പരമായിട്ടുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും രോഗത്തിന്റെ പരമായിട്ടുള്ള അങ്ങനെയുള്ള മെഡിക്കൽ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻസ് ആര് നൽകണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നൽകേണ്ടതുണ്ട്. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിംഗ് അല്ലെ, അതായത് ക്രിമിനൽ നടപടികളൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടി അല്ലെ. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ വേറൊരു പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പൊ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി എത്തിക്കലാണ്ട് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, അതായത് വൈദ്യപരിചരണത്തിന്റെ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയറിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിൽ പോയാൽ മാത്രമേ ഒരു ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ ആ ഹോസ്പിറ്റലിന് ലഭിക്കുകയുള്ളൂ. ഇനി ഫോർത്ത് പോയിന്റ്,
In India, lawyers are very little trained as yet in the complex issue involved in medical cases. അല്ലെ, ഇന്ത്യയില് കഴിഞ്ഞ നിയമവർഷങ്ങളിൽ ഇതുവരെ ഇതിനുള്ള പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അല്ലെ, മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, കൂടുതലും ചില ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ മെഡിക്കൽ പരമായിട്ട് ഇങ്ങനെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെ, അപ്പൊ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലീഗലൊക്കെ മുൻകൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഫിഫ്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽ to do the right things and protect themselves from silly litigations. എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും സ്വയം പരിരക്ഷിക്കാനും വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഫഷണലുകളെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരില്ല. ഇനി എനിവേ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ അതിന് പ്രോപ്പറായ രീതിയിൽ പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള എത്തിക്കല് അതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. ഇനി increasing awareness among the public and about duties and obligations of medical practitioners as well as of hospitals. Okay, അതായത് മെഡിക്കൽ പ്രാക്ടീസും അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസ്മാരായ നഴ്സ് അല്ലെങ്കിൽ നഴ്സേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആശുപത്രികളുടെയും ചുമതലകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രതിബദ്ധതകളെ കുറിച്ചൊക്കെ പൊതുജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കണം. അല്ലെ, ഇപ്പൊ നമുക്ക് അവബോധം വർദ്ധിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി നമ്മൾ പറയും, നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ, നല്ലൊരു കെയറിംഗ് ഉണ്ട്. നമുക്ക് സ്വയം നമുക്കത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെ നമുക്കങ്ങനെ സ്വയം തോന്നുന്നത്? അവര് ലീഗലും അല്ലെങ്കിൽ എത്തിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലെ കാര്യങ്ങൾ റെസ്പോൺസിബിളോടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ പറ്റി നല്ല ഹോസ്പിറ്റലാണ് അങ്ങനെ നമുക്ക് നമ്മൾ അറിയുന്ന വേറൊരു വ്യക്തിയെ കൂടി നമുക്ക് റെഫർ ചെയ്ത് ചിലപ്പോൾ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെ, നല്ല ഹോസ്പിറ്റലാണ്. അപ്പൊ അവരുടെ പെരുമാറ്റ രീതികളും അല്ലെങ്കിൽ നഴ്സുമാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മറ്റു സെക്ഷനിൽ അവര് എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കണം, അതനുസരിച്ചാണ് നമ്മളും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഒരു കംഫോർട്ടബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റീസൺസ് എന്തുകൊണ്ടാണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഉത്തരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് മെഡിക്കോ ലീഗൽ കേസസ്. എങ്ങനെയൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് വരുന്നതെന്ന് പറയാം. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമവശമായിട്ടുള്ളത്. അല്ലെ, മെഡിക്കോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോസ്പിറ്റൽ പരമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന അപകടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസസ് നോക്കാം. മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനസ് where the attending doctor after history taking and clinical examination considers that investigation by law enforcing agency are warranted to find out circumstance and fix responsibility regarding the same. ഇൻ കേസ് ഒരു ഇഞ്ചുറി കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇൽനസ് എന്തെങ്കിലും രോഗത്തിന്റെ പരമായിട്ടുള്ള ഒരു കേസിൽ ഒരു ഡോക്ടർ അറ്റൻഡ് ചെയ്തു, ആ കേസിനെ റെഫർ ചെയ്തു, നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്തു, അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും എക്സാമിനേഷൻസ് ഒക്കെ നടത്തി അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. അപ്പൊ ചില തരത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു നമ്മൾ നോർമലി ഇപ്പൊ ഒരു പനിയും ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ട് നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻ വാങ്ങിച്ച് പോരാനാണ് സാധിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഇപ്പൊ ആക്സിഡന്റ് കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സൂയിസൈഡ് കേസുകൾ, അതൊക്കെ എന്താണ് നിയമപരമായിട്ട് അത് മുന്നോട്ട് നീങ്ങണം. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഒരു സൂയിസൈഡ് കേസൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യും, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അത് ലീഗലായിട്ട് അവര് അതിന് ലീഗലായിട്ട് എന്താണ് പോലീസിനെ വിവരം അറിയിക്കും. പിന്നെ പോലീസ് വന്ന് അതിന്റെ ഇൻവെസ്റ്റിഗേഷനും നടപടികളും സ്വീകരിക്കും. അല്ലെ, അങ്ങനെയൊക്കെയാണ് അതാണ് മെഡിക്കോ ലീഗൽ കേസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്തൊക്കെയാണ് ഈ മെഡിക്കോ ലീഗൽ കേസസ് നമ്മൾ പറഞ്ഞു? അതായത് നിയമപരമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഒരു രോഗീനെ പരിശോധിച്ചതിന് ശേഷം അത് ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം അത് എന്താണ് അതിൻ്റെതായ രീതിയിൽ പോലീസിന് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കും. അല്ലെ, എങ്ങനെയുള്ള കേസസ് ആണ് ഈ മെഡിക്കോ ലീഗൽ കേസസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നതാണ്, നന്നായിട്ട് നല്ല രീതിയിൽ നോക്കാം.
നിങ്ങൾ അത്യാവശ്യം ഒരു 8 പോയിന്റ് എങ്കിലും ഒന്ന് ഓർത്തിരിക്കാം. നോക്കാം. RTA ഫസ്റ്റത്തേണ് RTA എന്ന് പറഞ്ഞാല് റെയിൽ ആക്സിഡന്റ് അല്ലെ, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി RTA റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ് ഓർ എനി അതർ അൺനാച്ചുറൽ ആക്സിഡന്റ്. അതായത് ഇപ്പൊ റെയിൽ ആക്സിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫാക്ടറിയിൽ വെച്ച് എന്തെങ്കിലും ഒരു മെഷീനറിയിൽ നിന്നും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെയുള്ള നോർമലി ആക്സിഡന്റ് കേസുകൾ എന്താണ് നമ്മള് പോലീസില് ഡോക്ടറെ അറിയിക്കും. ചിലപ്പോ വണ്ടി ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അപ്പോ ഇടിച്ച വണ്ടി, അങ്ങനെ നമുക്ക് അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ആക്സിഡന്റ് കേസുകള് മെഡിക്കോ ലീഗൽ കേസിൽ ഉൾപ്പെടുന്നതാണ്. സെക്കൻഡ് വൺ സസ്പെക്റ്റഡ് ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ്. സൂയിസൈഡ് നമുക്കറിയാം ആത്മഹത്യ അല്ലെ. ഞാൻ പറയാട്ടോ, ക്ലിയർ ആക്കി തരാം. ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഞാൻ എടുത്തു പോയിക്കോട്ടെ ക്ലാസ്. ഓക്കെ. സസ്പെക്റ്റഡ് ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ്. ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ് മീൻസ് എന്താണ്? സൂയിസൈഡ് നമുക്കറിയാം ആത്മഹത്യ അല്ല, അതൊരു നിയമപരമായിട്ട് ശരിക്കും ആത്മഹത്യ ചെയ്യുന്നത് നിയമനിഷേധമാണ് അല്ലെ. അത് നമുക്ക് ഒരു ലീഗലായിട്ട് അതിന് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഹോമിസൈഡ് മീൻസ് കൊലപാതകം. ഇപ്പൊ ഇങ്ങനെ കുത്തിക്കൊല്ലുന്നതും അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ലീഗലായിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. സൂയിസൈഡ് പോലെ തന്നെ കൊലപാതകവും അങ്ങനെ ലീഗലായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. ഇനി ബേൺ ഇഞ്ചുറീസ് ഡ്യൂ ടു എനി കേസ് ഇലക്ട്രോഷൻ. ഇലക്ട്രോഷൻ മീൻസ് ഇപ്പോ വൈദ്യുതാഘാതം ഒക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചുറീസ്, ബേൺ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല് പൊള്ളലേക്കുന്നത്, എന്താണ് അഗാധമായിട്ടുള്ള പൊള്ളലുകൾ ഏൽക്കുന്നത് ഇപ്പൊ ജോലി സ്ഥലങ്ങളിൽ വെച്ച് സംഭവിക്കാം. ഇലക്ട്രോഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ മേ ബി ഇപ്പോ എന്താണ് ഇപ്പോ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് ഇപ്പോ എന്താണ് ലൈൻമാൻ അങ്ങനെ ഓരോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ ജോലി ആ സ്ഥലങ്ങളിൽ വെച്ചൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് വൈദ്യുതാഘാതം കൊണ്ടുള്ള പൊള്ളലും സംഭവിക്കാം അല്ലെ. വൈദ്യുതാഘാതം കൊണ്ട് നമുക്ക് ശരീരം ആകെ നമുക്ക് എന്താണ് ഒരു നല്ല രീതിയിൽ പൊള്ളലേറ്റു അല്ലെ, വൈദ്യുതാഘാതം മൂലവും അല്ലെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ലീഗലായിട്ട് കേസ് എടുക്കും. ഈ ഫിസിക്കൽ അസോൾട്ട് കേസസ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ ആക്രമണങ്ങൾ അല്ലെ, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി എന്താണ് ശാരീരികമായിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് കേസസ് ആണ്. ഇനി അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, അനിമൽ അറ്റാക്ക് മൃഗങ്ങളില് ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമുക്ക് മൃഗങ്ങളുടെ അറ്റാക്കുകൾക്ക് നമ്മൾ കേൾക്കുകയാണ് അല്ലെ. പക്ഷെ അതിന് ലീഗലായിട്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ അത് ഇപ്പൊ നമ്മളുടെ എന്താണ് സ്റ്റേറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലെ. നമ്മൾക്ക് ഒത്തിരി ലീഗലായിട്ട് ഈ അനിമൽ അറ്റാക്സ് ഒക്കെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള എന്താ ഒരു ഗ്രാമപ്രദേശങ്ങളിലും അങ്ങനെയുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് അങ്ങനെയുള്ള അറ്റാക്സ് ഒക്കെ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഇനി മാസ് ഫുഡ് പോയിസണിങ് അല്ലെ. ഫുഡ് പോയിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ നമ്മളിപ്പോ ഹോട്ടലുകളിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു, അപ്പൊ അതിനുശേഷം വരുന്ന എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ഇപ്പൊ നമ്മള് പോലീസ് ഓൾറെഡി ഇങ്ങനെ ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഡോക്ടറായി നമ്മളോട് ചോദിക്കും ഇപ്പൊ ഫുഡ് നമ്മൾ എന്ത് ഫുഡാ കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നാണോ കഴിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലീഗലായിട്ട് നടപടി എടുക്കും. ഇപ്പൊ ഹോട്ടലിനെതിരെ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഹോട്ടലിന് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ ഫുഡ് പോയിസണിങ് വന്നതായിരിക്കാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ലീഗലായിട്ടാണ് ചെയ്യുന്നത്. ഇനി കേസ് ഓഫ് സെക്ഷൽ അറ്റാക്ക് നമുക്കറിയാം ഇല്ല, ലൈംഗികമായിട്ട് ഇപ്പോ അങ്ങനെ ചെറിയ കൊച്ചുകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഒക്കെ ചിലപ്പോ കുട്ടികൾക്ക് അത് തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ഒരു കേസസ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് മാതാപിതാക്കളായിരിക്കാം ഡോക്ടറോട് സംസാരിക്കും, അല്ലെങ്കിൽ മേ ബി കുട്ടികൾ തന്നെ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും എന്ത് ചെയ്യും, ഡോക്ടറോട് അത് പറയും അല്ലെ, തുറന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അതെല്ലാം ലീഗലായിട്ട് പ്രൂവ് ചെയ്തത് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി ഇഞ്ചുറി കേസ് വേർ ഫോൾ പ്ലേ ഈസ് സസ്പെക്റ്റഡ് അല്ലെ. അതായത് ഇതുപോലെ തന്നെ കളി സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പരിക്കുകളും അഗാധമായിട്ടുള്ള പരിക്കുകൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോകും. ഇനി എന്താണ് ഇഞ്ചുറി കേസ് വേർ പ്രോബബ്ലി ഓഫ് ഡെത്ത് ഇൻ നേച്ചർ ഫ്യൂച്ചർ അല്ലെ. അതായത് എന്താണ് ഇനി മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള കേസസ് ഇഞ്ചുറീസ് വരുമ്പോഴും നമ്മൾ ലീഗലായിട്ട് നോക്കും. അൺകോൺഷ്യസ് കേസ് റീസൺ ഫോർ ഇറ്റ്സ് അൺക്ലിയർ. ഇപ്പൊ കാരണമില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയി പോകുന്ന ഒരവസ്ഥ
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് ആൾക്കത് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒരു ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വരുന്നതാണ്. പിന്നെ ക്രിമിനൽ അബോർഷൻ അല്ലെങ്കിൽ അബോർഷൻ നമുക്കറിയാം. അബോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമപരമായിട്ട് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ലീഗലായിട്ട് അതിന് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് ലീഗലായിട്ട് നമുക്കൊരു നിയമം അങ്ങനെയുണ്ട്. നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ഇത്ര അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും നിലവിൽ ഉള്ള നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണ് ആൽക്കഹോൾ ഇൻടോക്സിഷൻ അല്ലെ, അതായത് മദ്യലഹരിയില് അല്ലെങ്കിൽ പോയിസണിങ്, മദ്യലഹരി അല്ലെങ്കിൽ പോയിസണിങ്. ഇപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ്ലി തന്നെ ഡോക്ടർ എന്ത് ചെയ്യും, പോലീസിനെ കൺഫേം ചെയ്തിട്ട് അല്ലെ, പോലീസിനെ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം അല്ലെ. പിന്നെ അതിനുള്ള തെളിവുകളും അല്ലെങ്കിൽ ലീഗലായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി കേസസ് റിഫേർഡ് ഫ്രം കോർട്ട്, കോടതിയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിലോട്ട് റെഫർ ചെയ്യുന്ന കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. കോടതിയിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ള കേസുകൾ ഉണ്ടാവും അല്ലെ, അതും നമുക്ക് ലീഗലായിട്ട് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം, എളുപ്പമുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് അല്ലെ. നമുക്ക് ലോ ഓഫ് എന്ന് തുടങ്ങിയിട്ട് നമുക്ക് ആരോ മാർക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ഓഫ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മിസെല്ലനോസ് ആക്ട്സ് വരെയാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോവുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ജനറൽ ആക്ട്സ് ഉണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽ ഉണ്ട്, പിന്നെ മൈസെൽസൺസ് ആക്ട് ഉണ്ട്. അതായത് മെഡിക്കൽ പരമായിട്ടുള്ള ആക്ട് തന്നെയാണ് ഈ രണ്ട് ആക്ടുകളും പറയുന്നത്. ജനറൽ ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ നിയമങ്ങൾ അല്ലെ, കോമൺ ആയിട്ടുള്ള ഓരോ നിയമങ്ങളും പറയുന്നത്. പിന്നെ കൺസ്യൂമർ ആക്ട് നമുക്കറിയാം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു കൺസ്യൂമർ ആക്ട് ഉണ്ട്, ഒരു കൺസ്യൂമർ കോഡ് ഉണ്ട്. ഒരു വസ്തു നമുക്ക് ഇതുപോലെ ഇപ്പൊ ഒരു ഫുഡ് പോയിസൺ ഉണ്ടായി, നമുക്ക് അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, നമുക്ക് അത് ലഭിച്ചത് ഒരു പഴകിയ ഒരു സാധനം വാങ്ങിച്ചു, ചിലപ്പോൾ ഒരു ഡേറ്റ് കഴിഞ്ഞ ഒരു വസ്തുവായിരിക്കും അവര് അവിടെ സെയിൽ ചെയ്യുന്നത്. നമുക്ക് കൺസ്യൂമർ ആക്ട് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ അതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് നമുക്ക് സമീപിക്കാം. അതുപോലെ തന്നെയാണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ഉണ്ട്. മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് സമീപിക്കാം. ഈ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം, എളുപ്പമാണിത്. അപ്പൊ ഒന്ന് നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ കയ്യില് നോട്ട്സ്, ഇതിന്റെ നോട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിന്റെ പ്രിന്റ് ഒന്ന് എന്തായാലും എല്ലാവരും എടുക്കുക. ഇന്ന് തന്നെ പ്രിന്റ് ഒന്ന് വായിച്ചു നോക്കണം. ഇനി നെക്സ്റ്റ് ഞാൻ എടുത്തു പോവുകയാണ് കേട്ടോ. ഓക്കെ, ലെജിസ്ലേഷൻ ആപ്ലിക്കബിൾ ടു ഹോസ്പിറ്റൽസ്. ജനറൽ ആക്ട്സ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ജനറൽ ആക്ട്സ് അല്ലെ. ഓൾറെഡി ജനറൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ആക്ട്സ് ഉണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിനും ഉള്ള ഒരു ജനറൽ ആയിട്ട് വരുന്ന ഒരു ആക്ട്സുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. നിങ്ങൾ അതിന്റെ ഫുൾ ഫോമുകൾ പോലെ ചെറിയൊരു ഷോർട്ട് ഫോമിൽ ഒന്ന് പഠിച്ചു വെക്കാം. IDA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്ട് എന്നുള്ളതാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, അതായത് IDA എന്നാണ് നിലവിൽ വന്നത്. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് നിലവിൽ വന്നത്. ഇനി എന്താണ് അവിടെ പറയുന്നത്? ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി അല്ലെ. അതായത് ഹോസ്പിറ്റല് ഇതിന്റെ കീഴിലാണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിലാണ് ഓരോ ഹോസ്പിറ്റൽസും പ്രവർത്തിക്കുന്നത്. Can be applied when number of employees greater than 15. ഒരു ഹോസ്പിറ്റലില് 50 കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത് ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന് കീഴിലായിരിക്കും ആ ഹോസ്പിറ്റല് വർക്ക് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്താണ് ഈ IDA അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി അല്ലെ. അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു വ്യാവസായിക സമാധാനവും ഐക്യവും അവിടെയുള്ള മെമ്പേഴ്സിന് നൽകുക. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെ. ഇനി അവിടെ എന്തെങ്കിലും വ്യവസായികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ലക്ഷ്യങ്ങൾ. IDA 1947 അത് വന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു പോവുക, പഠിച്ചു പോവുക. ഇനി സെക്കൻഡ് വൺ പറയുന്നത് മിനിമം വേജ് ആക്ട്. ഇത് നമ്മൾ കോമൺലി എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. മിനിമം വേജസ് നമുക്കറിയാം. ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മിനിമം ഒരു സാലറി ഉണ്ട്. ഏത് വർക്കിലും ഒരു മിനിമം വേജ് ഉണ്ട്. അങ്ങനെ ആ ഒരു മിനിമം വേജ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ട് വഴി ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മിനിമം വേജ് ആക്ട് MWA. ഫസ്റ്റ് പറഞ്ഞത് IDA. ചില ഫുൾ ഫോമും കൂടി ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മിനിമം വേജ് ആക്ട് ഇത് വന്നത് 1948 വന്നത്. 47 വന്നത് ഇൻഡസ്ട്രിയൽ. ഫസ്റ്റ് വന്നത് ഇൻഡസ്ട്രിയൽ ആണ്. സെക്കൻഡ് ആണ് വന്നത്
1948 വന്നതാണ് മിനിമം വേജസ് ആക്ട്. നോക്കാം എങ്ങനെയാണ് മിനിമം വേജസ് ആക്ട് എന്ന്. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് എംപ്ലോയീസ്. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. PF എന്നുള്ള ഒരു ടേം നിങ്ങൾ കോമൺലി കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ എല്ലാവരും, അല്ലെ? ഇപ്പൊ നമുക്ക് PF ഉണ്ടോ, ഇപ്പൊ ഒരു ജോലിക്ക് പോകുമ്പോൾ PF ലഭിക്കുന്നു, അല്ലെങ്കിൽ ESI, അങ്ങനെയൊക്കെ നമുക്കൊരു ടേം കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രൊവിഡന്റ് ഫണ്ട്? ഈ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ നിലവിൽ വന്നത് 152 ഈ ഡേറ്റുകള് ഇയറുകളൊന്നും ക്ലിയർ ആയിട്ടൊന്നും മാറിപ്പോകാത്ത രീതിയിലൊന്നും പഠിച്ചു വെക്കാം. ഇപ്പൊ 1948 മിനിമം വേജസ് ആക്ട് വന്നു. ഈ PF അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വന്നത് 1952. 3 ഇയേഴ്സ് ആണ് നമ്മളിപ്പോ കവർ ചെയ്തത്. 47 വന്നത് ഇൻഡസ്ട്രിയല്, സെക്കൻഡ് വൺ 48 മിനിമം വേജ്. അതിന്റെ ഒപ്പം തന്നെ വേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് കണക്ട് ചെയ്യാം PF, അല്ലെ? സാലറി എന്നാണ് നമ്മൾ PF, അപ്പോ കണക്ട് ചെയ്തിട്ട് PF പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അല്ലെ, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഇനി എന്താണ് നമുക്ക് മിനിമം വേജിൽ പറയുന്നത്, അല്ലെ? അതായത് എംപ്ലോയീസ് നീഡഡ് ടു റിക്കവർ ഫ്രം ഇറ്റ്സ് എംപ്ലോയി ആൻഡ് stipulated rates, donate an equal amount as employers share and credit in the fund regularly with the government, അല്ലെ? അപ്പൊ നമുക്കറിയാം, അതായത് തൊഴിലുടമ അല്ലെങ്കിൽ അതിന്റെ ജീവനക്കാരിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മന്തും ആ വ്യക്തിയുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു എമൗണ്ട് പിടിച്ചിട്ട് വിട്ടുകൊടുക്കും. ഒരു നിശ്ചിത നിരക്കാണ് എല്ലാ എംപ്ലോയീസിനും. ഈ PF എന്ന് പറയുന്നത് നമ്മളുടെ സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ അവര് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ജീവനക്കാരെ കൊടുക്കുന്നത് പോലെ, അതായത് എംപ്ലോയീസ് കൊടുക്കുന്നത് പോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഫണ്ട് പതിവായിട്ട് ഇത് ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഗവൺമെന്റിൽ. ഈ അവിടുത്തെ എന്താണ് സ്റ്റാഫിന്റെ ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു തുക എന്ത് ചെയ്യണം? ഈ എംപ്ലോയേഴ്സിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്യണം ഗവൺമെന്റിൽ. അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? ഇത് നോൺ കംപ്ലയൻസ് ഇസ് പണിഷബിൾ. ഇത് ഇങ്ങനെയുള്ള PF ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഇനി എങ്ങനെയുള്ള രീതിയിലായിരിക്കണം പക്ഷെ PF ലഭിക്കേണ്ടത്? 20 പേരിൽ കൂടുതൽ ഒരു സ്റ്റാഫ് എങ്കിലും വേണം ആ ഒരു സ്ഥാപനത്തില്. അത്രയും സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ PF എന്നുള്ള ഒരു ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് PF ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു എമൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ PF നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ലീഗലായിട്ട് അതിനെതിരെ മുന്നോട്ട് പോകാം. അപ്പോ രണ്ടെണ്ണമാണ് നമ്മൾ നോക്കിയത്. ഇൻഡസ്ട്രിയിൽ നോക്കി മിനിമം വേജസ്, അതിനകത്ത് വരുന്ന ഒരു ഇയറും കൂടിയാണ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ 1952. ഇനി നെക്സ്റ്റ് നോക്കാം, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് എന്നുള്ള ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. 1965 ബോണസ്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് പോവാട്ടെ. ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ വന്നു 47 മിനിമം വേജ് കിട്ടി. 48 പിന്നെന്താണ്? വേജ് കിട്ടുമ്പോൾ തന്നെയാണ് നമുക്ക് PF കിട്ടുന്നത്, അല്ലെ? അപ്പൊ PF കിട്ടുന്നത് 52 കണക്ട് ചെയ്യുക. PF വേജിന്റെ പോലെ തന്നെ ഉള്ളതാണ് പേയ്മെന്റ്. ബോണസ് കിട്ടും, അല്ലെ? സാലറി കിട്ടുമ്പോൾ ബോണസും കിട്ടും. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ബോണസ് ആക്ട് 1965 കണക്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ക്യാൻ ബി അപ്ലൈഡ്. ഇനി എന്താണ് ബോണസ് നോക്കാം. നമുക്ക് പറയും, ഇപ്പോ ചില ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എംപ്ലോയീസിന് ഇപ്പോ ഫെസ്റ്റിവൽ ടൈമിലാണ് ബോണസ് ലഭിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോ ടീച്ചേഴ്സ് അങ്ങനെയുള്ള എന്താണ് ഇപ്പൊ ബാങ്കിലെ ഫീൽഡിലുള്ളവർക്ക്, അങ്ങനെയുള്ള ചില ഫീൽഡുകൾക്ക്, ഹോസ്പിറ്റൽ ഫീൽഡിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ഫീൽഡുകളിലും ബോണസ് ആയിട്ട് നമുക്കൊരു നിശ്ചിത എമൗണ്ട് എംപ്ലോയർക്ക് തരും. എന്താണ് ബോണസ് ആക്ട് എന്ന് നോക്കാം. ക്യാൻ ബി അപ്ലൈഡ് വർത്ത് നമ്പർ ഓഫ് എംപ്ലോയി ഗ്രേറ്റർ 14. അവിടെയും നമുക്ക് ഓരോ നിശ്ചിത ഇത്ര എണ്ണം ആളുകള് ആ ഒരു ഇൻഡസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആക്ട് നമുക്ക് അവിടെ സാധ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് പറയുന്നത്? പേയ്മെന്റ് ഓഫ് ഓക്കെ. ഇപ്പൊ പേയ്മെന്റ് ഓഫ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 പേര് 40 പേരിൽ കൂടുതൽ എംപ്ലോയീസ് അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ബോണസ് ആക്ട് അവിടെ സാധ്യമാകുകയുള്ളൂ. ഇനി ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ ആർ സ്പെയർഡ്. ഈ ബോണസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള എങ്ങനത്തെ തരത്തിലുള്ള മാനേജ്മെന്റ് ഒക്കെയാണ്? ചാരിറ്റബിൾ ആയിട്ട്. ഇപ്പോ എന്താണ് ഹോസ്പിറ്റലുകൾ, ചില ഹോസ്പിറ്റലുകൾ നമുക്കറിയാം. ഇപ്പോ കൂടുതലും ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു പള്ളി അല്ലെങ്കിൽ ചർച്ച് കേന്ദ്രീകരിച്ച് ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. അതൊക്കെ എന്താണ്? ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്? പ്രോഫിറ്റബിൾ അല്ലാത്തത്, അല്ലെ? ഒരു ലാഭകരമൊന്നല്ല, നല്ല രീതിയിൽ ഒരു പ്രവർത്തിക്കുന്നില്ല ഹോസ്പിറ്റലിനൊരു അങ്ങനെ ഒരു പ്രവർത്തനം അത്ര നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു ലാഭകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല ആ ഹോസ്പിറ്റലെങ്കിൽ
ഇപ്പൊ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഒന്നുമല്ല, ഒരു ചെറിയ തരത്തിലുള്ള ഒരു ഹോസ്പിറ്റല്, അത്യാവശ്യമുള്ള ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് ബോണസ് നൽകാൻ ബാധ്യസ്ഥരല്ല. രണ്ട് കാരണങ്ങളാണ് ബോണസിൽ ഇതിൽ വരാത്തത്. ഏതൊക്കെയാണ്? ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഏതെങ്കിലും ഇപ്പോ ഏത് നമുക്ക് എന്താണ് ഇപ്പൊ ഏതെങ്കിലും ഒരു കാസ്റ്റിന്റെ കീഴിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഒരു ചർച്ചിന്റെ കീഴിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താണ് ട്രസ്റ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു അണ്ടർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെയും ബോണസ് ആക്ട് സാധ്യമല്ല. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഈ ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു ടേമും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. ഇനി എന്താണ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് നോക്കാം. അപ്പൊ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 1972 വരുന്നത്. പേയ്മെന്റ് ഓഫ് ബോണസ് 1965. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ ആക്ടുകളുടെ പേരും ആ ഡേറ്റും ഇയറും ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ ഓരോ ഇത് നമുക്കുള്ളിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം, നമുക്കൊരു ഏകദേശം നമുക്കൊരു വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. എന്താണ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് നോക്കാം. Gratuity is payable to employees at 15 days pay for every completed year of service at the time of his or her superannuation or death. അല്ലെ, അതായത് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം എന്താണ്. നമ്മൾ ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു താങ്ക്സ് പറയില്ല നമ്മൾ, അല്ലെങ്കിൽ ഒരു നന്ദി സൂചകം, അല്ലെങ്കിൽ നന്ദി പറയുക, അല്ലെങ്കിൽ നന്ദി സൂചകം എന്നൊരു ടേമാണ് ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അല്ലെ, ഒരു ജോലി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വ്യക്തി എല്ലാ വർഷവും ജോലിക്ക് ഒരു 15 ഡേയ്സ് മുൻപ് ജോലിക്കാരന് ജോലിയിൽ നിന്നൊരു മോചനം നേടുമ്പോൾ, അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നന്ദി സൂചകം, അല്ലെങ്കിൽ ഒരു താങ്ക്സ് ഗിവ് അല്ലെങ്കിൽ പറയണം എന്നുള്ളതാണ് ഈ ഗ്രാറ്റുവിറ്റി ആക്ട് പറയുന്നത്. അതും എന്താണ്, 10 പേരിലെ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ചെയ്യുന്നത്. ഇപ്പൊ മേ ബി അദ്ദേഹം മരണപ്പെടുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ജോലി പൂർത്തിയാക്കിയ ഒരു വ്യക്തി എന്താണ് എല്ലാ വർഷവും ആ ജോലിക്ക് ഒരു 15 ഡേയ്സ് മുൻപ് ജോലിയിൽ നിന്നും മോചനം വിരമിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഫെയർവെൽ പാർട്ടി ഒക്കെ നമ്മൾ സംഘടിപ്പിക്കും അല്ലെ. ഇപ്പൊ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് ഒക്കെ നടത്തും. ഓക്കെ, അപ്പൊ അതുപോലെ ആ റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ അങ്ങനെയുള്ളൊരു താങ്ക്സ് ഗിവിംഗ് കൊടുക്കുക. ജോലിയിൽ നിന്ന് പെട്ടെന്ന് ഓൾറെഡി പെട്ടെന്ന് എല്ലാം മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ഗ്രാറ്റുവിറ്റി നൽകണം എന്നാണ് പറയുന്നത്. ഇനി ക്യാൻ ബി അപ്ലൈഡ് 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഇങ്ങനെയുള്ള വർക്കേഴ്സിനാണ് ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഒരു വർഷം വന്ന് ജോയിൻ ചെയ്തു, ഇപ്പൊ ഒരു 6 month ജോയിൻ ചെയ്തു, അയാൾ അതിൽ നിന്ന് എന്താണ് ഇപ്പോ ജോലി വേണ്ട എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാറ്റുവിറ്റി ആക്ട് അവിടെ വരുന്നില്ല. മിനിമം ഒരു 5 year എങ്കിലും ആള് ജോലിയിൽ കംപ്ലീറ്റഡ് ആയിരിക്കണം. 5 year കംപ്ലീറ്റഡ് ആയിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഗ്രാറ്റുവിറ്റി ആക്ട് കൊടുക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് വേജ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട്. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു, 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. ഇപ്പൊ ഒരു വ്യക്തി ഒരു വർഷം ജോയിൻ ചെയ്തു, ഇൻ കേസ് ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആള് മരണപ്പെട്ടു പോയി, അങ്ങനെയാണെങ്കിലും നമ്മൾ ഗ്രാറ്റുവിറ്റി താങ്ക്സ് കൊടുക്കുക ചെയ്യും. ഇനി പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 വേജസ് ആക്ട് വരുന്നത് പേയ്മെന്റിന്റെ. അപ്പോ നോക്കാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. പേയ്മെന്റിന്റെ എങ്ങനെയാണ് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വ്യക്തിക്ക് നൽകണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മളോട് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പറയും എങ്ങനെയാണ് നമ്മളുടെ പേയ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, അത് ഇന്ന ഡേയിൽ നമുക്ക് തരും, അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്, ഇത്ര ടൈമിംഗ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തരേണ്ടത് പേയ്മെന്റ് വേജ് ആക്ട് എന്നുള്ളൊരു ഇതുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തില് പേയ്മെന്റ് നമുക്ക് ലഭിക്കാതെ വരികയോ, അല്ലെങ്കിൽ നമുക്ക് വർക്ക് കൂടി നമുക്ക് തരേണ്ട സമയത്ത് അവർ പേയ്മെന്റ് ചെയ്തില്ല എങ്കിലും നമുക്ക് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വഴി അതിനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിങ് ഫസ്റ്റ് 7 days ഓഫ് മന്ത് അല്ലെ. വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിങ് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ ഫസ്റ്റ് 7, ചിലവർക്ക് സാലറി വരുന്നത് ഒരു 3 to 7 days ഒരു മന്തിന്റെ ഫസ്റ്റ് 3 to 7 days, മാക്സിമം ആയാലും ഒരു 10 days അല്ലെ. അതാണ് മാക്സിമം, അതാണ് ഒരു
പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. ഒരു സാലറി കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാല് ഒരു മാക്സിമം 10 days, മാക്സിമം 10 days ആണ്, മിനിമം ഒരു 7 daysനുള്ളിൽ. ഇപ്പോ എന്താണ് ഒരു 3-ാം തീയതി 4-ാം തീയതി അങ്ങനെ ആ ഒരു ടൈമിലായിരിക്കും ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏതൊരു ജോലി വർക്കിലും ആണെങ്കിൽ പോലും നമുക്ക് സാലറി പേയ്മെന്റ് നൽകുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. മെഷർ ഓഫ് സോഷ്യൽ എന്നാണ് വന്നത് 1948 ഇയേഴ്സുകളൊക്കെ ഇവിടെ വന്നപ്പോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി പറയാം കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ടാവും. നമുക്കറിയാം ഇപ്പൊ ഒത്തിരി പോളിസികളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ജോലിയിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. മെഷർ ഓഫ് സോഷ്യൽ, അതായത് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇൻഷുറൻസ് നിങ്ങള് RSBY അങ്ങനെയുള്ള ഓരോ കാരുണ്യ പ്ലസ് അങ്ങനെയുള്ള ഓരോ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ട്. അത് എംപ്ലോയിയുടെ കീഴിലുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുടെ കീഴിലായിക്കോട്ടെ, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, അപ്പൊ അങ്ങനെയുള്ള രീതിക്കൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സ്ഥാപനങ്ങളിലെല്ലാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ ഇൻഷുറൻസ് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ആൾക്ക് ആ ഇൻഷുറൻസ് ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇൻഷുറൻസ് ആൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിനെ സമീപിക്കാം. ഇനി provides financial and medical benefits to industrial employee as a precaution against sickness, maternity and employment related injury. ഇപ്പൊ നമുക്ക് ഈ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ മീൻസ് ഈ ക്ലെയിം വഴി നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം വഴി നമുക്ക് അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഹോസ്പിറ്റൽ ചെലവുകളെല്ലാം ഈ ക്ലെയിം വഴി നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഫീസും അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ക്ലെയിമുകൾ ഉള്ളവർക്കാണെങ്കിൽ. പിന്നെ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആർ പ്രിക്കോഷൻ അഗൈൻസ്റ്റ് സിക്നസ് അല്ലെ. അതായത് ഈ വ്യാവസായിക സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ള മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അസുഖങ്ങളിൽ നിന്നും മെറ്റേണിറ്റി ലീവ് നമുക്ക് ലഭിക്കും അല്ലെ. ചില പ്രൊഫഷനിലൊക്കെ മെറ്റേണിറ്റി ലീവ് ഒരു 6 month മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവിനോടൊപ്പം തന്നെ നമുക്ക് പേയ്മെന്റ് സാലറിയും ലഭിക്കും അല്ലെ. പിന്നെ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി, എംപ്ലോയ്മെന്റ് ആയിട്ട് ഇപ്പോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റ് നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ വെച്ചുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിലുള്ള പരിക്കുകൾ അല്ലെ, അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നമുക്ക് ഇത്ര ദിവസത്തേക്ക് ലീവ് അനുവദിക്കും അല്ലെ. ചില സ്ഥാപനങ്ങൾ അവർക്ക് ഓൾറെഡി ഓരോ മന്തിന്റെ പേയ്മെന്റ് വരെ ചിലപ്പോൾ ലഭിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വന്നില്ല, അപ്പൊ മെറ്റേണിറ്റി ലീവ് കിട്ടി അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് സാലറി നമുക്ക് ലഭിച്ചില്ല എങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഷുറൻസ് ആക്ടിനെ സമീപിക്കാം. ഇനി എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജ് പേ. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 4% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇനി ESI ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ESI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ESI ഹോസ്പിറ്റലുകളാണ് അതിനുവേണ്ടി ഇങ്ങനെ പ്രത്യേകമായിട്ട് ചെയ്തത്. ഓക്കെ, പിന്നെന്താണ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്സും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങി ഈ ആക്ടുകൾ മാത്രം ഒന്നും കൂടി നോക്കിയാണ്. ഫസ്റ്റ് പറഞ്ഞ ആക്ട് എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ഇൻഡസ്ട്രിയൽ IDA ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇനി സെക്കൻഡ് വൺ മിനിമം വേജസ് ആക്ട് 1948 അല്ലെ. മിനിമം വേജസ് 48 ഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ വന്നു, 48 മിനിമം വേജ് വന്നു. വേജ് വന്നപ്പോ നമുക്ക് സാലറി കിട്ടുമ്പോ PF കൂടി നമുക്ക് അതിന്റെ ഒപ്പം കിട്ടും അല്ലെ. അപ്പൊ PF അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, 48 വേജ് കിട്ടി. വേജിനോടൊപ്പം തന്നെ 52 നമുക്ക് എന്ത് കിട്ടി, PF കൂടി ലഭിച്ചു. ഇയേഴ്സ് ഒന്ന് കണക്ട് ചെയ്ത് പറയണം. ഇനി നമുക്ക് എന്ത് കിട്ടി, PF കിട്ടി, ബോണസും കിട്ടി നമ്മളുടെ സാലറിയുടെ ഒപ്പം അല്ലെ. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കണക്ട് ആവാൻ വേണ്ടിയാണ് 47, 48, 52, 65 ബോണസ് ലഭിച്ചു. ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി
പേയ്മെന്റ് ഓഫ് ബോണസ് നമുക്ക് അങ്ങനെ 65 ബോണസ് ലഭിച്ചു. പിന്നെ എന്താണ് 72 വന്നപ്പോ ഗ്രാറ്റിറ്റ്യൂറ്റിയും കിട്ടി. കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടാക്സ് ഒക്കെ കിട്ടി അല്ലെ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂറ്റി ആക്ട് കിട്ടി. ഇനി അത് കഴിഞ്ഞ് പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് വന്നു. നമുക്ക് അല്ലെങ്കിൽ സാലറി കിട്ടിയില്ല, ഫസ്റ്റ് സാലറി കിട്ടി, ചിലപ്പോ സെക്കൻഡ് മന്ത് വന്നപ്പോ സാലറി കിട്ടിയില്ല എന്ന് കണക്ട് ചെയ്താണ് സാലറി. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നത് 36-ലാണ്, 1936. നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ മിനിമം വേജസ് 48 പറഞ്ഞു, അപ്പൊ അതിക്ക് മുന്നാണ് 36 ആണ്. കൺഫ്യൂഷൻ ആയി പോകരുത്. ഇനി എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് വന്നത് 1948. മിനിമം വേജസ് ആക്ട് 1948. ഓക്കെ, ഇൻഷുറൻസ് ആക്ടും മിനിമം വേജ് ആക്ടും 1948-ലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഇത്രയും ഒന്ന് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തതെടുക്കും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss.